യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുരവീനായി. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുരവീനായി. താഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയൊരെന്നെ രൂപഭാവമാറ്റമേകി സ്വീകരിക്കണേ. താഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയൊരെന്നെ രൂപഭാവമാറ്റമേകി സ്വീകരിക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ എന്റെ ജീവിതത്തിലും ഈ അത്ഭുതം ചെയ്യുക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ എന്റെ ജീവിതത്തിലും ഈ അത്ഭുതം ചെയ്യുക. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം പെൺമയാകണേ. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം പെൺമയാകണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 89 സങ്കീർത്തനം 48 വാക്യം. ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യനാര്? ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യനാര്? അതേ വാക്യത്തിൽ തന്നെ തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ? ഇയ്യോബിൻ്റെ പുസ്തകം 14 അധ്യായം 10 വാക്യം. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? ഇയ്യോബിൻ്റെ പുസ്തകം 14 അധ്യായം 14 വാക്യം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? റോമർക്കെഴുതിയ ലേഖനം 7 അധ്യായം 24 വാക്യം. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? സങ്കീർത്തനം 88 സങ്കീർത്തനം 10 വാക്യം. മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? 88 സങ്കീർത്തനം
10, 11, 12 വാക്യങ്ങൾ, നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? ശവക്കുഴിയിൽ നിന്റെ ദയയെയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുമോ? അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ? വളരെ മർമ്മപ്രധാനമായ 7 ചോദ്യങ്ങളാണ് നാം ഇപ്പോൾ തിരുവചനത്തിൽ നിന്ന് വായിച്ചു കേട്ടത്. ഈ 7 ചോദ്യങ്ങളും മരണത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ളതായ മരണാനന്തരമായ ജീവിതത്തെക്കുറിച്ചുമുള്ളതായ അന്വേഷണങ്ങളാണ്. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ളതായ ചോദ്യങ്ങൾ. മരണത്തിന് ശേഷം എന്ത്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? മരണത്തിന് ശേഷം മനുഷ്യൻ എങ്ങോട്ട് പോകുന്നു? മനുഷ്യന് ആത്മാവുണ്ടോ? ആത്മാവ് ഉണ്ടെങ്കിൽ ആ ആത്മാവ് എവിടെ? കടന്നുപോയവർ ഇന്ന് എവിടെയാണ് വസിക്കുന്നത്? അവരെ നാം ആരെങ്കിലും ഇനി എന്തെങ്കിലും കാണുമോ? അവരുമായി ഒരുമിച്ച് സംസാരിക്കാൻ ഇനി ഇടയുണ്ടാകുമോ? എന്നെങ്കിലും അവരോട് ഇടപഴകുവാനുള്ള സന്ദർഭം ലഭിക്കുമോ? മരിച്ചവർ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരുമോ? വളരെ ഗൗരവമേറിയ ചില ചോദ്യങ്ങളാണ് ഈ മരണത്തെ ആസ്പദമാക്കിയുള്ളതായ 7 ചോദ്യങ്ങൾ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ ഗൗരവമേറിയ ചോദ്യങ്ങളെല്ലാം മരണാനന്തരാവസ്ഥയെ കുറിക്കുന്നതായ തിരുവചനത്തിലെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് മനുഷ്യർക്ക് മറുപടിയുണ്ട്, തത്വചിന്തകന്മാർക്ക് മറുപടിയുണ്ട്, ശാസ്ത്രജ്ഞന്മാർക്ക് മറുപടിയുണ്ട്, ദാർശനികന്മാർക്ക് മറുപടിയുണ്ട്, ബുദ്ധിജീവികൾക്ക് മറുപടിയുണ്ട്, ആത്മീയ മനുഷ്യർക്ക് മറുപടിയുണ്ട്. എന്നാൽ ഈ മനുഷ്യർ പറയുന്ന മറുപടികൾ, മനുഷ്യർ പറയുന്ന പ്രത്യുത്തരങ്ങൾ ഒന്നും ശരിയാകണമെന്നില്ല. എന്നാൽ തൃപ്തികരമായ ഒരു മറുപടി നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നമുക്ക് നോക്കണം. ദൈവം തന്നെ എന്തരുളി ചെയ്തിട്ടുണ്ട് എന്ന് നാം ശ്രദ്ധിക്കണം. എന്താണ് മരിച്ചതിന് ശേഷമുള്ളതായ അവസ്ഥ? അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം എന്ത് പറയുന്നു? ദൈവം നേരിട്ട് അതിനെക്കുറിച്ച് നമുക്ക് തരുന്നതായ അരുളപ്പാട് എന്താണ്? ദൈവത്തിൻ്റെ തിരുവചനം, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവശ്വാസീയമായ തിരുവചനം, ദൈവനിശ്വസ്തമായ തിരുവചനം നമുക്ക് എന്താണ് ഇതിന് നൽകുന്നതായ ഉത്തരങ്ങൾ? ഇയ്യോബ് വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലും ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. നമുക്ക് വേദപുസ്തകത്തിൽ കിട്ടിയിരിക്കുന്നതായ 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണെങ്കിലും ഇയ്യോബിൻ്റെ പുസ്തകമാണ് കാലപരിഗണന നോക്കിയാൽ ആദ്യത്തെ പുസ്തകം എന്ന് ചില വേദ പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇയ്യോബ് ആ പുസ്തകത്തിൽ ഇതിലെ മർമ്മപ്രധാനമായ 2 ചോദ്യങ്ങൾ ചോദിച്ചു. 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഹൃദയസ്പർശിയായ ഈ ചോദ്യങ്ങൾ, അതിനോട് ബന്ധപ്പെട്ടാണ് സങ്കീർത്തനങ്ങളിൽ നാം മറ്റ് 5 ചോദ്യങ്ങൾ കണ്ടത്. ഈ വളരെ ഗൗരവമായ ചോദ്യങ്ങൾ, അതിന് തിരുവചനം തരുന്നതായ മറുപടി എന്താണ്? അത് ചിന്തിക്കുന്നതിനാണ് ഇന്ന് എന്നല്ല ഇനിയുള്ളതായ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. മരണാനന്തരാവസ്ഥ, അതാണ് നമ്മുടെ ധ്യാന വിഷയം, നമ്മുടെ പഠന വിഷയം, നമ്മുടെ ചിന്താവിഷയം. ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ മരണാനന്തരാവസ്ഥ ചിന്തിക്കാൻ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നിന്ന് സമാധാനമായിട്ട് ജീവിച്ചിട്ട് വേണ്ടേ മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ?
ഇവിടെ ഒരു സ്വൈരമായിട്ട് കഴിഞ്ഞിട്ട് വേണ്ടേ മരിച്ചതിന് ശേഷമുള്ള കാര്യം ചിന്തിക്കാൻ. ഇവിടെ എന്നും ദുരിതം, എന്നും കണ്ണുനീര്, എന്നും കഷ്ടപ്പാട്, എന്നും സ്വൈരക്കേട്, എന്നും അഭിപ്രായ വ്യത്യാസം, എന്നും പരിഭവം, എന്നും പെറുവിറുപ്പ്, എന്നും വാശി, എന്നും വൈരാഗ്യം, എന്നും കലഹം, എന്നും പിണക്കം, എന്നും യാതനയും വേദനയും തിങ്ങിയ ജീവിതം. ഈ ജീവിതം കഴിഞ്ഞിട്ട് വേണ്ടേ പിന്നെ അടുത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ശരിയാണ്, ഒരളവിൽ സത്യമാണ്. ഇവിടെ ദുരിതമുണ്ട്, ഇവിടെ കണ്ണുനീരുണ്ട്, ഇവിടെ രോഗമുണ്ട്, ഇവിടെ വേദനയുണ്ട്, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ ഭാരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനേകം പേര്, അതേ നാം എല്ലാവരും, നമുക്ക് ചുമക്കാവുന്നതിൻ്റെ അപ്പുറം ചുമട് ചുമന്നാണ് നാം നടക്കുന്നത്. ചുമക്കാവുന്നതിൻ്റെ അപ്പുറം ചുമട്. ദൈവത്തിന് സ്തോത്രം. കഷ്ടപ്പാടേറ്റ് തളർന്ന് വലഞ്ഞിരിക്കുന്ന എത്രയോ പേരാണ് ഈ വാക്കുകളെ കേൾക്കുന്നത്. ദുരിതപൂരിതമായ ജീവിതത്തിൻ്റെ യാതനയും വേദനയുമായി മല്ലുകെട്ടി പോരാടി തളർന്ന് അവശരായി, വിവശരായി, ദുഃഖിതരായി ജീവിതത്തിൻ്റെ ദിനരാത്രങ്ങൾ ഇങ്ങനെ കഴിക്കേണ്ടു എന്ന് സംഭീതരായി, സംഭ്രാന്തരായി കഴിയുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നു. എന്നാൽ ഈ താൽക്കാലിക ജീവിതം കഴിഞ്ഞ് ഇതിന് ശേഷം പിന്നൊരു ജീവിതമുണ്ട്. ഉണ്ടെങ്കിൽ അതെങ്ങനെ? ആ ജീവിതം സൗഭാഗ്യകരമായ ജീവിതമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ളതായ കാര്യങ്ങളാണ് നമ്മുടെ കരുണയുള്ള കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ സൗഭാഗ്യകരമായ സ്വർഗീയ വാസത്തിന് ഞാൻ ഒരുങ്ങിയാൽ, ആ സൗഭാഗ്യകരമായ സ്വർഗീയ വാസത്തിന് വേണ്ടി എന്നെ ഒരുക്കുന്ന നിത്യപിതാവായ പരമകാരുണികനായ ദൈവത്തെ ഞാൻ അപ്പനായി കൈക്കൊണ്ട് ഞാൻ ആ അപ്പൻ്റെ മകനായി തീർന്നാൽ ഞാൻ ഭാഗ്യവാനായി. എൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പനോട് പറയാം. മകനായി തീർന്നാൽ, മകളായി തീർന്നാൽ നമുക്ക് അപ്പനോട് ചോദിക്കാം, അപ്പ എനിക്കിന്ന വേദനാ വിഷയമുണ്ടല്ലോ, എനിക്കിന്ന ഭാരമുണ്ടല്ലോ, എനിക്കിന്ന ആകുലമുണ്ടല്ലോ, എനിക്കിന്ന ദുരിതമുണ്ടല്ലോ, ഇന്നിന്ന പ്രകാരം ഞാൻ യാതന അനുഭവിക്കുന്നല്ലോ അപ്പ. അപ്പൻ സർവ്വസമ്പന്നനാണ്, ഞാൻ കടത്തിൽ വലയുന്നു. അപ്പൻ സർവജ്ഞാനിയാണ്, ഞാൻ ബുദ്ധിയില്ലാതെ പഠിത്തമില്ലാതെ അഴലുന്നു. അപ്പൻ സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമാണ്. ഞാനോ ബലഹീനനും ദുർബലനും നിസ്സഹായനുമായി അഴലുന്നു. അപ്പൻ നല്ല വൈദ്യനാണ്, ഞാനോ രോഗിയായി വിഷമിക്കുന്നു. അപ്പോൾ മനസ്സലിയണമേ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മേൽ നിൻ്റെ കരം വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദ്യം ഞാൻ സ്വർഗത്തിലെ അപ്പൻ്റെ മകനായി തീരണം. അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശം മക്കൾക്കാണ്. സ്വർഗത്തിലെ അപ്പൻ്റെ മകനായി തീർന്നാൽ അപ്പൻ്റെ സ്വർഗത്തിൻ്റെ അവകാശം എനിക്ക് ലഭിക്കുകയാണ്, നമുക്ക് ലഭിക്കുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയാണ്. എന്താണ് ഇതിന് പോകാൻ വഴി? സ്വർഗരാജ്യമെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളാരെങ്കിലും സംശയിക്കുന്നുണ്ടോ? സ്വർഗരാജ്യമെന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട. സ്വർഗരാജ്യമുണ്ട്, ദൈവരാജ്യമുണ്ട്, നിത്യ സ്വർഗീയ ശാന്തിയുണ്ട്, നിത്യസ്വർഗീയ അനുഭൂതിയുണ്ട്. ആ സ്വർഗരാജ്യത്തിൽ, ആ നിത്യസ്വർഗത്തിൽ നമുക്ക് കണ്ണീരില്ലാത്ത ദേശത്ത്, ഒറ്റപ്പെടുത്തലില്ലാത്ത ദേശത്ത്, തെറ്റിദ്ധാരണയില്ലാത്ത ദേശത്ത്, സ്നേഹം മാത്രമായ സ്വർഗീയ ഭൂവിൽ നമുക്ക് അനന്തകാലം വാഴാം, നിത്യയുഗങ്ങൾ വാഴാം. ഇന്ന് ഇവിടെ സഹിക്കുന്നുവെങ്കിൽ അന്ന് അപ്പൻ്റെ കൂടെ വാഴാം, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും എന്ന് തിരുവചനം പറയുന്നു. തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ, ഒടുവിലത്തെ ലേഖനത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഇന്ന് ഈ യാതനകൾ സഹിച്ച്, ഈ ദുരിതം ഏറ്റ് വാടി തളർന്ന് വിവശരായി നാം മുന്നോട്ട് പോകുമ്പോൾ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. എന്താണ് ഈ സഹിക്കുക? എന്താണ് കൂടെ വാഴുക? പരമ സൗഭാഗ്യമായ നിത്യസ്വർഗം. ആ സ്വർഗത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായത്തിൽ പറയും, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ
ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. വലിയൊരു തേജസ് നമ്മിൽ വെളിപ്പെടാൻ പോകുന്നു. വലിയൊരു സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ സൗഭാഗ്യ ശ്രേണികൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവത്തിന് സ്തോത്രം. സാരമില്ല. ആ വലിയ സൗഭാഗ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കിട്ടുമ്പോഴാണ് ഇതെല്ലാം സാരമില്ല എന്ന് തോന്നുന്നത്, ഇവിടെയുള്ളതെല്ലാം താൽക്കാലികമെന്ന് തോന്നുന്നത്. അല്ലേ പ്രിയപ്പെട്ടവരെ? ഈ ജീവിതം എത്ര ക്ഷണികമാണ്. സങ്കീർത്തനക്കാരനായ യദൂഥൂൻ പാടും 39-ാം സങ്കീർത്തനം 4-ാം വാക്യം മുതൽ, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയാകുന്നു. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്ന് അറിയുന്നില്ല. സങ്കീർത്തനക്കാരൻ ധ്യാനത്തിൽ തീ കത്തിക്കൊണ്ട് പാടുകയാണ്. ധ്യാനിച്ച് ആത്മാവിൻ്റെ അഗ്നിയിൽ ജ്വലിച്ചുകൊണ്ട് പാടുകയാണ്. എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ആദ്യ ഭാഗം തുടങ്ങുന്നത്. സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവേ എൻ്റെ അവസാനം എന്നാണ്, എൻ്റെ അവസാനം എന്നാണെന്ന് നീ എന്നെ അറിയിക്കണമേ. എൻ്റെ ആയുസിൻ്റെ നാൾ എന്നാണ് തീരുക, നീ എന്നെ അറിയിക്കണമേ. യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയാകുന്നു. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്ന് അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ബോംബെയിലും മഹാരാഷ്ട്ര സ്റ്റേറ്റിലും അങ്ങ് ഗുജറാത്തിലും ഭൂകമ്പമുണ്ടായതും അതിനെ തുടർന്നുണ്ടായ കൊടിയ ദുരിതങ്ങളും അനേകം യാതനാഭരിതമായ മരണങ്ങളും നിമിഷനേരം കൊണ്ട് ഉണ്ടായ അത്യാഹിതവും എല്ലാം നമ്മുടെ ഭാരതഭൂമി നേരിട്ട് കണ്ടതാണ്. അമേരിക്കയിൽ ന്യൂയോർക്കിൽ വലിയ ഗംഭീരമായ കെട്ടിട സമുച്ചയം അത് തകർന്ന് കരിഞ്ഞ് ചാമ്പലാകുന്നതും ലോകം ഞെട്ടലോടെ കണ്ടതാണ്. എത്രയെത്ര മനുഷ്യജീവനാണ് അപഹരിക്കപ്പെട്ടത്. ദൂരെ ഇരുന്നു കൊണ്ട് നാം പോലും വീർപ്പടക്കി പത്രങ്ങളിൽ വായിച്ചു, ന്യൂസ് കണ്ടു, കേട്ടു. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത സമയത്ത് ഭീകരാക്രമണങ്ങൾ മൂലം എത്രയെത്ര മനുഷ്യജീവിതങ്ങൾ നശിക്കുന്നു, നഷ്ടപ്പെടുന്നു, ഭൂമിയിൽ നിന്ന് നിമിഷനേരം കൊണ്ട് തുടച്ചു നീക്കപ്പെടുന്നു. വാഹനാപകടങ്ങൾ അങ്ങനെ എല്ലാം ചുറ്റുപാടും നാം കാണുന്നു, നടക്കുന്നു. നമ്മിൽ പലരും അതിനോട് അടുത്ത് ബന്ധപ്പെട്ടവരെ കരയുന്നു, അടുത്തറിയാവുന്നവർ ഏങ്ങലടിക്കുന്നു, സ്വന്തപ്പെട്ടവർ അവർ തീരാ ദുഃഖത്തിൽ ആഴുന്നു. ഓർക്കൂ പ്രിയപ്പെട്ടവരെ, മരണം സുനിശ്ചിതമാണ്. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. സംശയാതീതമായി ലോകത്ത് ഒരേ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മരണമുണ്ട് എന്നുള്ളത് മാത്രമാണ്. മരണമുണ്ട്. ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ സ്ഥിരവാസമില്ല. ഒരാൾക്കും ഈ ഭൂമിയിൽ ശാശ്വതവാസമില്ല. ഈ ഭൂമിയിൽ നിന്ന് ഒരു നാൾ കടന്നു പോകും. ഞാനും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. പണ്ട് മലയാളത്തിലെ സുപ്രസിദ്ധ കവയിത്രിയായ സിസ്റ്റർ മേരി വെനീജ്ഞ പാടി, നിങ്ങൾ പക്ഷേ പഠിച്ചു കാണും. എന്താണ് പാടിയത്? ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണത്, ആകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഒരിക്കൽ ഈ ജഗത്തെ, ഈ ലോകത്തെ വിടണം, ജഡത്തെ വിടണം, ശരീരത്തെ വിടണം.
ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, ഈ സമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണത്. ആകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം, കയ്യിലുള്ളതെല്ലാം വിട്ട്. ഏകനായി വന്നവൻ ഏകനായി പോകുന്നൊരു ദിവസമുണ്ട്, ഒരു നിമിഷമുണ്ട്. എല്ലാം വിട്ടു പോകണം. അയ്യോ അല്പം കഴിയട്ടെ എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. സുറിയാനി സഭയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ മരണദൂതനോട് കെഞ്ചി നോക്കി, എന്നാൽ അവൻ അല്പം പോലും അലിവ് കാണിച്ചില്ല എന്ന് പിതാക്കന്മാർ പാടുന്ന മനോഹരമായൊരു കീർത്തനമുണ്ട്. മരണദൂതൻ അലിവ് കാണിച്ചില്ല, മരണം അല്പം പോലും ക്ഷമിച്ചു നിന്നില്ല, അല്പം പോലും വൈകാൻ തയ്യാറായില്ല. മരണം റാഞ്ചിക്കൊണ്ടുപോകുന്നു. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണത്. ആകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അവസാന യാത്രയിൽ ഒന്നും കൊണ്ടുപോവില്ല. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ടഴുക്കുവെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. പരലോകമുണ്ട്. കവയിത്രി പാടുകയാണ്, പരലോകമുണ്ട്. അവിടെ എത്തണമെങ്കിൽ ഇവിടെ വെച്ച് പുണ്യം നേടണം. എന്താണ് പുണ്യം? കർത്താവായ യേശു ക്രിസ്തുവാണ് പുണ്യം. ഇവിടെ വെച്ച് പുണ്യം നേടണം. പുണ്യം ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. പുണ്യവാൻ ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രമാണ്. ഇവിടെ വെച്ച് പുണ്യം നേടണം. ഇവിടെ വെച്ച് പുണ്യവാൻ അകത്ത് വരണം, ഹൃദയത്തിൽ വരണം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. മഹാനായ സീസർ ചക്രവർത്തി കടന്നുപോയില്ലേ? തേരോട്ടം നടത്തി വീരശൂര പരാക്രമിയായി പ്രശോഭിച്ച് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചെടുത്ത ധീരനും സാഹസികനുമായ ചക്രവർത്തി കടന്നുപോയില്ലേ? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും, മഹാകവിയായ ഹോമർ കടന്നുപോയില്ലേ? സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. മഹാജ്ഞാനിയായി ജ്ഞാനിയായ സലോമോൻ കടന്നുപോയി. മഹാന്മാരും കടന്നുപോയി, സകലരും കടന്നു പോകുന്നു. ആർക്കും ഇവിടെ ശാശ്വതവാസമില്ല. എങ്കിൽ നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ഞാനും കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. എങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ജനിച്ച നാൾ തുടങ്ങി എന്നെയോ മനിച്ച് തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്ക് വന്ദനം. കവയിത്രി ലോകത്തോട് യാത്ര പറയുകയാണ്. ലോകമേ നിനക്ക് വന്ദനം. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്ക് വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്ക് വന്ദനം. പിരിഞ്ഞു പോയിടട്ട ഞാൻ ഇനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. ശനിക്കുഴപ്പമേശാത്ത ഭാവിയെ വരിക്കുവാൻ ഞാനങ്ങ് പോകട്ടെ എന്ന്. അതിൻ്റെ സാങ്കത്യത്തിലേക്കൊന്നും കിടക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇതാ, ഒരിക്കലും തീരാത്ത അനന്തമോഹനമായ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തേങ്ങലാണ് ആ കവിതയുടെ ശീലുകളിൽ വെളിപ്പെടുന്നത്, പ്രകാശിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു ദിവസം നാം കടന്നു പോകും. അതിനുശേഷം എന്ത് ചിന്തിക്കണ്ടേ? കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ യേശു പോകുന്നിടത്ത് ഞാനും പോയിരിക്കും. യേശു എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ യേശു എവിടെ ചെല്ലും അവിടെ എല്ലാം ഞാനും ഉണ്ടായിരിക്കും. ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ യേശു എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം ഞാനും അവിടെ എത്തിയിരിക്കും. സ്വാഭാവികമായും മർമ്മപ്രധാനമായി ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ബെത്ലഹേം പുൽക്കൂട്ടിലുണ്ട്, പോരാ. യോർദാൻ തീരത്തുണ്ട്, ഒട്ടും പോരാ.
നസ്രയത്തിലെ ചെറുഭവനത്തിലുണ്ട്, തച്ചൻ്റെ പണിപ്പുരയിലുണ്ട്. പോരാ, യേശുക്രിസ്തു കാനാവിലെ കല്യാണ വീട്ടിലുണ്ട്. പോരല്ലോ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, കർത്താവായ യേശുക്രിസ്തു ആ ഗെത്സമൻ തോട്ടത്തിലുണ്ട്, യെരിഹോവിലുണ്ട്, യെരൂശലേം ദേവാലയത്തിൻ്റെ പരിസര പ്രദേശത്തുണ്ട്, ഒലിവുമലയുടെ ചെരിവിലുള്ള ഗുഹയിലുണ്ട്. കർത്താവായ യേശുക്രിസ്തു നയീൻ പട്ടണത്തിൽ ശീമോന്റെ വീട്ടിലുണ്ട്. യേശുക്രിസ്തു കഫർന്നഹൂമിലെ ചെറുഭവനത്തിലുണ്ട്. കർത്താവായ യേശുക്രിസ്തു ബേത്സയിലെ മലഞ്ചെരിവിലുണ്ട്. പോരാ, ഇതുകൊണ്ടൊന്നും പോരാ. കർത്താവായ യേശുക്രിസ്തു അവിടെ വിസ്താരംഗത്ത് പീലാത്തോസിന്റെ അരമനയിലുണ്ട്. കർത്താവായ യേശുക്രിസ്തു കുരിശും ചുമന്നുകൊണ്ട് ഗോകുൽത്തായുടെ മുകളിലേക്ക് നടന്നു കയറുന്ന ആ കയറ്റം കയറുന്ന വഴിയിലുണ്ട്. കർത്താവായ യേശുക്രിസ്തു പ്രിയപ്പെട്ടവരെ ഗോകുൽത്താ കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടപ്പുണ്ട്. കർത്താവായ യേശുക്രിസ്തു തിരുശരീരം അടക്കപ്പെട്ട് അരിമത്യക്കാരി യോസേഫിന്റെ കല്ലറയിൽ കിടപ്പുണ്ട്. പോരാ, ഇന്ന് ഈ യേശു എവിടെ? ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു എവിടെ? എൻ്റെ ചങ്കിൽ എന്ന് പറയാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഇവിടെയുണ്ട്, യേശു ഇവിടെയുണ്ട്, അവൻ്റെ ഹൃദയത്തിലുണ്ട് നിങ്ങൾ പറയുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യമാകുമ്പോൾ, അതിന് തക്കവണ്ണം നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ, ക്രിസ്തു വസിക്കത്തക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒരുക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്വർഗീയ മഹത്വത്തിലേക്ക് നിങ്ങൾ ചേരും. അവിടെ ചെന്ന് ചേരും, പാപങ്ങൾ കഴുകപ്പെടും, സ്വർഗീയ സൗഭാഗ്യം നിങ്ങളെ തേടി വരും, സ്വർഗത്തിൻ്റെ അനന്തമോഹനമായ സന്തോഷത്തിൻ്റെ സർവ്വസമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ അനുഗ്രഹീതരായി തീരും. പ്രിയപ്പെട്ടവരെ, നാം സ്വർഗത്തിൻ്റെ അവകാശികളായി മാറും. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, അവൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആർക്ക് വേണം ഈ യേശുവിനെ? നിങ്ങളുടെ അരികത്ത് കൂടെ മന്ദം നടന്നു വരുന്ന യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുമോ? യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമോ? യേശുവിനെ നിങ്ങളുടെ ഉള്ളം തുറക്കുമോ? ഇപ്പോൾ തന്നെ പ്രിയമകനെ, പ്രിയമകളെ, നിന്റെ അരികത്വം നിൽക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുവീൻ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുവീൻ, നാഥ, ഇന്നുവരെയും ഞാൻ പാപത്തിന് വേണ്ടി ജീവിച്ചു, ഇന്നുവരെയും ഭൗതിക ലാഭത്തിന് വേണ്ടി ജീവിച്ചു, ഇന്നുവരെയും ലോകത്തിന് വേണ്ടി ജീവിച്ചു, ഇന്നുവരെയും പൈശാചികന്റെ അടിമത്തത്തിൽ ജീവിച്ചു. ഉടയവനെ, ഇന്നു മുതൽ യേശുവേ ഞാൻ നിന്റെ വകയായി ജീവിക്കും. തീരുമാനമെടുക്കുവീൻ, യേശുവിനോട് വാക്ക് പറയുവീൻ, യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണമായ സൂചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ വചനം ഞങ്ങളുടെ മേൽ തൂകിയതിനായി, പാകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ